എവിടെയും റോഡ് വേണ്ട. ആ സ്ഥിതിയിലൂടെ അല്ല മൂന്നാമത് വളരേണ്ടത്. മൂന്നാമത്തെ വളർച്ച ഉണ്ടാകേണ്ടത് തീർച്ചയായും ഇതുപോലെ തന്നെ 5-6 ദശാബ്ദങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയെ മുൻകണ്ടുകൊണ്ട് അങ്ങേയറ്റത്തെ ഭാവനയും ലക്ഷ്യബോധവും കൂട്ടിയിണക്കിക്കൊണ്ട് ആ മണ്ണിന്റെയും മലകളുടെയും താഴ്വാരങ്ങളുടെയും സൗന്ദര്യത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചുകൊണ്ട് അവിടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന എല്ലാവരുടെയും താല്പര്യങ്ങളെ തീർച്ചയായും പരിഗണിച്ചുകൊണ്ട് അങ്ങനെ വേണം മൂന്നാമത്തെ ടൂറിസം വികസനത്തിന്റെ വഴി കണ്ടുപിടിക്കണം. ഇത് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞോട്ടും എല്ലാം നോക്കിയാൽ മാനസ പറഞ്ഞമാതിരി ബ്യൂട്ടി സ്പോട്ടായ സ്ഥലങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാനുള്ള ഈ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങൾക്കും ബാധകമാണ്. ആ ഒരു സമീപനത്തോടുകൂടിയല്ല നമ്മൾ പലപ്പോഴും നമ്മുടെ ടൂറിസം വികസനത്തെ കാണുന്നത്. എല്ലാവർക്കും ഒരു ആർത്തിയാണ്. ഈ ആർത്തി എല്ലാത്തിനെയും തകർത്തുകൊള്ളുന്ന പോലെ തന്നെ കേരളത്തിന്റെ ടൂറിസത്തെയും തകർക്കുമെന്നുള്ള ആശങ്ക നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് വയ്ക്കാൻ സമയമായിരിക്കും. കേരള എക്സ്പ്രസ് പ്രവർത്തിക്കുന്ന അമേരിക്കയിലായതുകൊണ്ട് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ ഒരു പ്രസംഗത്തിന്റെ വാചകം പെട്ടെന്ന് ഓർത്തുപോയി. തന്റെ കോൺവെക്കേഷൻ സ്പീച്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഈ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ അമേരിക്ക തകർന്നത് എന്ന് ചോദ്യം. ഇക്കണോമിക് സുനാമി എന്ന മറ്റും വിളിക്കപ്പെട്ട സാമ്പത്തിക തലത്തിന്റെ പശ്ചാത്തലത്തിൽ ചേഞ്ചിന്റെ വാഗ്ദാനവുമായി വന്ന ആ പ്രസിഡന്റ് ചോദിച്ചത് വൈ അവർ കൺട്രി ഫെയിൽ, നമ്മുടെ രാജ്യം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അദ്ദേഹം പറഞ്ഞു, ഇറ്റ് വാസ് ഡ്യൂ ടു ഗ്രീസ്, ആർത്തി കൊണ്ടാണ് ഈ പരാജയം ഉണ്ടാകുന്നത്. അതിർത്തിയില്ലാത്ത ആർത്തി അമേരിക്കയെ പരാജയപ്പെടുത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അതിർത്തിയില്ലാത്ത ഇത്തരം വാർത്തകൾ രക്ഷപ്പെടുത്തുന്നു കേരളത്തെ, രക്ഷപ്പെടുത്തുന്നു നമ്മുടെ ടൂറിസത്തെ. അതുകൊണ്ട് അതിർത്തിയില്ലാത്ത ആർത്തികൾക്ക് ഉള്ളതുകൊണ്ട് മാത്രമേ കേരളത്തിലെ ടൂറിസം അടക്കമുള്ള എല്ലാ രംഗത്തിലും മുമ്പോട്ട് പോകാൻ കഴിയും. അത് ന്യായമായ, സ്വാഭാവികമായ, നിയതമായ, ശരിയായ ലാഭത്തിനെതിരല്ല. നീതിപൂർവമായ ലാഭവും അതിലില്ലാത്ത ആർത്തിയും രണ്ട് തന്നെയാണ്. അതിർത്തി ഇല്ലാത്ത ആർത്തിയിലേക്ക് ലാഭത്തിന്റെ മൂലം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ലോകം മുഴുവൻ നേരിടുന്ന വെല്ലുവിളികൾ കേരള ടൂറിസത്തിനും ബാധകമാണെന്ന് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ചയിൽ ആ വിഷയത്തിന് സ്ഥാനമുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാമാണെങ്കിലും താരതമ്യേന നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്. സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ കേരളം ഇപ്പോഴും സുരക്ഷിതമാണ്. എപ്പോഴും ആകുമെന്ന് നമുക്ക് അത് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ഇവിടെയും ജാഗ്രത പാലിക്കേണ്ടതായ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ മനുഷ്യർക്ക് നിർബാധം നടന്നു പോകാൻ കഴിയുന്നൊരു അന്തരീക്ഷവും ബോംബെയും പൂനെയും ഡൽഹിയും എല്ലാം നേരിട്ട ആപത്തുകൾ നമുക്കുണ്ടാകില്ല എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കുന്നു. ആ ഒരു സാമൂഹിക വിശ്വാസത്തിൻ്റെതായ ഉറപ്പുണ്ട് കേരളത്തിൽ. ആ സുരക്ഷിതത്വം എല്ലാ തരത്തിലും നമുക്ക് സുരക്ഷിക്കേണ്ടതുണ്ട്. അതൊരു ക്രമസമാധാന പ്രശ്നമാനത്തിന്റെ സർക്കാർ പോലീസ് സമീപനത്തിന്റെ മാത്രം പ്രശ്നമല്ല. അതുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ, മതപരമായ, രാഷ്ട്രീയമായ തീവ്രവാദത്തിന്റെ എല്ലാം മുമ്പിൽ ഈ സമൂഹം പുലർത്തേണ്ടുന്ന ജാഗ്രതയും തീവ്രവാദത്തിന്റെ മണ്ണായി കേരളം മാറിയ കേരളത്തിന്റെ ടൂറിസം വളർച്ച മാത്രമല്ല എല്ലാ വളർച്ചയുടെയും നിർവഹണവും നമുക്കതുകൊണ്ട് നോട്ട് എക്സ്ട്രീമിസം എന്ന് കർശനമായി പറയുക എന്ന നമ്മുടെ നാടിന്റെ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത്. ശുചിത്വത്തിന്റെ കാര്യം മാനസ പറയുന്ന ആവർത്തിക്കുന്നില്ല. നമ്മൾ നല്ല വിഷം ധരിക്കും, പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാമുള്ള വീഴ്ച പലപ്പോഴും പലതാണ്. ഞാൻ സമയക്കുറവുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഒരു സംസ്കാരത്തെ പറ്റി ഒരു വാക്ക് പറയാൻ തോന്നിപ്പോവുകയാണ്. നമ്മൾ ടൂറിസ്റ്റുകളെ സമീപിക്കുന്നത് എങ്ങനെയാണ്? സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെ ഒരാൾ നോക്കിയാൽ അത് കുറ്റമായിട്ട് ആരും പറയുകയില്ല. സുന്ദരനായ ഒരു ആണിനെ പെണ്ണുങ്ങൾ നോക്കിയാലും സുന്ദരിയായ ഒരു പെണ്ണിനെ ആണുങ്ങൾ നോക്കിയാലും അത് ബാധകമാണെന്ന് ലോകത്താരും പറയുകയില്ല. പക്ഷേ ആഭാസകരമായ മാത്രം പൊട്ടിക്കൊള്ളുന്ന നാട്ടം
അമ്മയും പെണ്ണും ഇല്ലാത്തവർക്ക് മാത്രം നോക്കാൻ തോന്നിപ്പിക്കുന്ന നോട്ടം, പെണ്ണിനെ മാംസബന്ധമായി മാത്രം കാണുന്ന ആഭാസകരമായ നോട്ടം, ആ നോട്ടം കേരള ടൂറിസം നേരിടുന്ന ഏറ്റവും വലിയ ഒരു മാനസിക ബ്ലോക്കായി മാറുന്നുവെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവക്കുറിപ്പുകൾ നമ്മളെല്ലാവരും വഹിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക്കും വിദേശികളും അടക്കമുള്ള ടൂറിസ്റ്റുകളുടെ എല്ലാവരുടെയും മുമ്പിൽ ഈ ഒരു ഭീകരമായിട്ടുള്ള നോട്ടത്തിൻ്റെതായ സദാചാര ശൂന്യത നാം പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് മാത്രം അനുവദനീയമായതുകൊണ്ട് കേരളത്തിന്റെ നോട്ടം അതല്ല എന്ന് ഉറപ്പിക്കാനുള്ള ജാഗ്രതയും നമുക്ക് പാലിക്കേണ്ടതുണ്ട്. വളർത്തിയെടുക്കാനും സാധിക്കണം എന്ന് കൂടി എനിക്ക് അഭിപ്രായമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ തിക്കിൽ തിരക്കിലെടുക്കുന്നുണ്ടെങ്കിലും ഔചിത്യ ദീക്ഷയുടെ കേരളമാണി മാതൃക പാലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഞാൻ ഈ ചർച്ച ഉദ്ഘാടനം ചെയ്യും. കേരള വികസനത്തിൽ മാധ്യമങ്ങളുടെ പങ്കെടുത്ത ലോകത്തെ കുലപതി ശ്രീ തോമസ് ജേക്കബ്. സദസ്സിലുള്ള ഗുരുജനങ്ങൾ, സാധാരണയായി നന്നായി പരിരക്ഷിച്ചില്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ആകർഷണം 25 വർഷത്തിനപ്പുറം പോകില്ല എന്ന് വെച്ചുകൊണ്ടുണ്ട്. ഇപ്പോൾ ശ്രീ ബിലാൽ വിശ്വം കുമരകത്തെ പറ്റിയുള്ള ആശയങ്ങൾ പങ്കുവച്ചു. മാലിസാറ് കേരളത്തെ പറ്റിയുള്ള മൊത്തം ആശയങ്ങൾ. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കോവളം തന്നെ എടുത്താൽ 25 വർഷം കഴിയുമ്പോൾ നമ്മൾ കോവളത്തേക്കാണോ പോകുന്നത് ഇപ്പോൾ, അതോ അതിനപ്പുറമുള്ള പൂവാറിലേക്കും അതിനപ്പുറമുള്ള സ്ഥലത്തേക്കുമാണോ പോകുന്നത്? കോവളം കടത്താൻ പോകുന്നില്ല എന്ന് ആഗ്രഹിക്കും. ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുകയാണ് ആവശ്യം. നമ്മളെ സംബന്ധിച്ച് ടൂറിസം രംഗത്ത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കായലുകളും നമ്മുടെ തടാകങ്ങളും നമ്മുടെ ഇന്ത്യൻ വാട്ടർ ടൂറിസവുമാണെന്ന് നമ്മൾ മാത്രമല്ല വിദേശികളും. നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ കഴിഞ്ഞ വർഷം ലോകത്തിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് പോയി കാണേണ്ട 133 സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായി. ആ 133 എണ്ണത്തിൽ 3 എണ്ണം മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിൽ ഒന്ന് താജ്മഹലാണ്, മറ്റൊന്ന് രാജസ്ഥാനിൽ ആണ്, മൂന്നാമത്തേത് നമ്മുടെ കേരളത്തിലെ ഈ ബാക്ക് വാട്ടർ ടൂറിസമാണ്. അതിൽ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താജ്മഹലിനേക്കാൾ മുമ്പുള്ള സ്ഥാനമാണ് നമ്മുടെ കായൽ ടൂറിസത്തിന് നാഷണൽ ജിയോഗ്രാഫിക്ക് നൽകിയത്. എന്ന് മാത്രമല്ല, ലോകത്തിലെ 103 ഡെസ്റ്റിനേഷൻസിൽ 23ാമത്തെ സ്ഥാനമാണ് നമുക്ക് നൽകുന്നത്. ആ 23 എന്ന് പറയുമ്പോൾ 23ാം സ്ഥാനത്ത് രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് നമ്മളും ജോർഡാനിലെ പെട്ര പോയി കണ്ടിട്ടുള്ളവർക്കറിയാം. പെട്രയുമായിട്ട് തുല്യമായ ഒരു നിലയിൽ നമ്മുടെ ഇൻലൻഡ് വാട്ടർ ടൂറിസം, ബാക്ക് വാട്ടർ ടൂറിസം ലിസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ എന്നുള്ളത്. മാധ്യമങ്ങൾക്ക് ഇതിൽ എന്ത് പങ്ക്